ഹായ് ഗേഴ്സ്. അപ്പൊ ചിക്കൻ ബോക്സ് കഴിഞ്ഞ് ഇറങ്ങി. നാളെയാണ് പെരുന്നാളിവിടെ. നമ്മപ്പോ ഒന്ന് ഫുജേറ വരെ ഓക്കെ ഉണ്ടോ. ചിക്കൻ ബോക്സ് കഴിഞ്ഞ് ഇറങ്ങി. പാടുകളൊക്കെ വന്നതിന് വിഷമത്തിലാണ്. അങ്ങനെ അതാ നമ്മുടെ ഡ്രൈവ് സ്റ്റാർട്ട് ചെയ്തു. നമ്മൾ എന്തിനാണ് ഫുജേറയിൽ പോകണമെന്നുള്ളതൊക്കെ ഞാൻ ഓൾറെഡി ഈ വീഡിയോ തന്നെ പറയുന്നുണ്ട്. ആൻഡ് ഇനി നിങ്ങൾ കാണാൻ പോകുന്ന കുറച്ച് ക്ലിപ്സ് അത് പോണ വഴിക്കുള്ള കുറച്ച് പ്ലേസസ് മാത്രമാണ്. ആൻഡ് ഇപ്പം നിങ്ങൾ കാണുന്ന അത് അൽനൂർ ഷാജാ മോസ്കാണ്. ഇവിടെയാണ് നമ്മൾ ലാസ്റ്റ് ടൈം പെരുന്നാൾസ്കരിക്കാൻ വന്നത്. ഞാനും മസ്ലും അതുപോലെ എൻ്റെ ഒരു ഫ്രണ്ടും ഉണ്ടായിരുന്നു. ഇപ്പോൾ നമുക്ക് ഈ റോട്ടിൽ കൂടെ നല്ല സിമ്പിളായിട്ട് പോകാൻ പറ്റുന്നുണ്ട്. പെരുന്നാളുടെ അന്ന് രാവിലെ ലാസ്റ്റ് ടൈം അത് എല്ലാ പ്രാവശ്യവും അങ്ങനെ തന്നെയാണ്. ഇവിടെ നല്ല ബ്ലോക്ക് ആയിരിക്കും. അവിടെ എത്തിപ്പെടാൻ നമ്മൾ ഒത്തിരി കഷ്ടപ്പെടും. ആൻഡ് ഒത്തിരി ആൾക്കാരുണ്ടാവും അവിടെ നിസ്കരിക്കാനൊക്കെ ആയിട്ട്. ആൻഡ് അതാ നമ്മുടെ ലൈബാച്ചു അവൾ ഓൾറെഡി ഉറങ്ങിയാണ് പോകുന്നത്. അങ്ങനെ ഗൈസ് ഞങ്ങൾ ഫുജേറയിലെത്തി. ആക്ച്വലി ഇങ്ങോട്ട് വന്ന വഴിക്ക് ഞങ്ങൾക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. ലൈബാച്ചു ഉറങ്ങിപ്പോയി, ഞാനും ചെറുതായിട്ടൊന്ന് ഉറങ്ങിപ്പോയി. ഇപ്പോഴാണ് ബോധം വന്നത്. ഞങ്ങൾ ഇവിടെ പെട്ടെന്ന് അർജൻറ്റായിട്ട് ഞങ്ങൾക്ക് പെട്ടെന്ന് വരണ്ട വന്നു. ഒരു സ്മോൾ ഡ്രൈവ് വന്നതാണ്. ഇനി ഞങ്ങൾ ഇവിടെ ഒരാളുടെ വീട്ടിൽ വന്നു, അവരൊക്കെ കണ്ടു. ഇപ്പം ഞങ്ങൾ തിരിച്ചു പോവാണ്. പോണ വഴിക്കുള്ള വിശേഷങ്ങൾ പറയാം. ഇത് കഴിഞ്ഞിട്ട് ഇനി ഇതിനകത്ത് തന്നെ കണ്ടിന്യൂസ്ലി നാളത്തെ നിസ്കാരം, ലേബാച്ചയുടെ പെരുന്നാളെടുപ്പ്. തവണ ലേബാച്ചയുടെ ഫസ്റ്റ് പെരുന്നാളാണ്. അപ്പം ആ വിശേഷങ്ങളൊക്കെ ഉണ്ട്. കാണുന്നതാണ് കോർഫക്കാൻ ടൗൺ. നമ്മൾ കോർഫക്കാൻ എത്തി. കണ്ടല്ല പറഞ്ഞു കേട്ടല്ലോ. അസർബൈജാൻ ലുക്കാണ് എനിക്ക് പറയണേ. ഞാൻ പോവാത്തതുകൊണ്ട് ഞാൻ അവിടെ വിശ്വസിക്കുകയാണ്. നിങ്ങൾക്കറിയാമെങ്കിൽ നിങ്ങളെനിക്ക് പറഞ്ഞായിരുന്നു സത്യമാണോ എന്ന്. ഫുജേറ വരെയുള്ള ഡ്രൈവ് കഴിഞ്ഞ് വന്നേക്കാണ്. നമ്മൾ ജസ്റ്റ് ഒന്ന് ഒരാളെ ഡ്രോപ്പ് ചെയ്യാൻ പോയത് ശരിക്കും ഫുജേറയിൽ. അപ്പോൾ ആളെ ഡ്രോപ്പ് ചെയ്ത് കുറച്ച് നേരം അവിടെ നിന്ന് വർത്താനൊക്കെ പറഞ്ഞു. അതിൽ നേരം നമ്മളിങ്ങോട്ട് പോകുന്നു. ഒന്നാമത് നാളെ പെരുന്നാളും കൂടിയല്ലേ. അപ്പോൾ ഇപ്പോൾ ടൈം ഏകദേശം 1 മണി 1:15 ആയിട്ടുണ്ട് വെളുപ്പിന്. ഇനിയിപ്പോൾ 4:30 ആകുമ്പോൾ എണീച്ചിട്ട് ഇനി പെരുന്നാൾ നിസ്കരിക്കാനായിട്ടുള്ള ഒരുക്കങ്ങളൊക്കെ വേണം. പിന്നെ ഇനിയിപ്പോൾ ഇവിടെ റൂമിൽ കയറിയിട്ട് വേണം. ലൈബാച്ചുവിൻ്റെ ഫസ്റ്റ് പെരുന്നാളായതുകൊണ്ട് അവൾക്ക് മൈലാഞ്ചിയൊക്കെ ഇട്ട് കൊടുക്കണം. എനിക്കും മൈലാഞ്ചി ഇടണം. പിന്നെ ഡ്രസ്സൊക്കെ തേക്കണം നാളത്തെ. അങ്ങനെ കുറച്ച് പരിപാടിയുണ്ട്. അത് കഴിഞ്ഞിട്ട് വേണം കിടക്കാൻ. അത് കഴിഞ്ഞ് 4:30 ആകുമ്പോഴേക്കും എണീച്ചാൽ മതിയായിരുന്നു. കറക്റ്റ് ടൈമിൽ എണീക്കണം. എന്നിട്ട് വേണം പെരുന്നാൾ നിസ്കരിക്കാനായിട്ട് റെഡിയായി പോവാൻ. ഞങ്ങൾ ഇത്തവണ ഇവിടെ ഷാർജ മുയല അല്ല യൂണിവേഴ്സിറ്റി റോഡ് അവിടെയുള്ളൊരു പള്ളിയിൽ പോകാമെന്നാണ് പ്ലാൻ ഇട്ടേക്കണേ. പ്ലാൻ എന്തെങ്കിലും മാറ്റം ഉണ്ടോയെന്നും അറിയാൻ പറ്റില്ല. ടൈം നമ്മൾ ഇറങ്ങുന്ന ടൈം അനുസരിച്ചിരിക്കും ഇനി അവിടെ പോകുന്നുള്ളതൊക്കെ നാളെ. അപ്പോൾ ബാക്കി നമുക്ക് നാളെ കാണാം. നമ്മൾ ലൈബാച്ചന് മൈലാഞ്ചി ഇടണം. ഇവിടെ ഞാൻ കാട്ടിത്തരാം. കണ്ട ലൈബാച്ചിയുടെ കയ്യിൽ മൈലാഞ്ചി. ബാക്കി ഫുള്ളിട്ടിട്ട് ഞാൻ കാണിക്കാം. അങ്ങനെ ലൈബാച്ചിയുടെ കയ്യിലും ഞാൻ മൈലാഞ്ചിട്ട് 2 കൈയുടെ ബാക്കിലും അതുപോലെ കാലുമേ ഞാൻ ചെറിയൊരു കളറിലൊക്കെ ഡിസൈൻ ചെയ്തു. പിന്നെ എൻ്റെ കയ്യിൽ ഞാൻ മൈലാഞ്ചിയൊക്കെ ഇട്ട് കിടന്നപ്പോഴേക്കും ഏകദേശം ഒരു 2:30-2:45 الله أكبر
മുബാറക് എവ്രിവൺ. പറേ ഈദ് മുബാറക്. നമ്മൾ പെരുന്നാൾ നിസ്കാരത്തിനൊക്കെ പോയി. നിസ്കാരമൊക്കെ കഴിഞ്ഞ് നമ്മളിപ്പോൾ ഇനി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോവാണ്. ലേബാച്ചു സുന്ദരിയല്ലേ? ലേബാച്ചു സുന്ദരിയല്ലേ? പറ. ഞാൻ സുന്ദരിയല്ലേ? മൈലാഞ്ചിട്ടൊക്കെ കാണിച്ചിട്ടുണ്ടോ? ചുമന്ന് ഞങ്ങൾ മൈലാഞ്ചിട്ട് വെക്കാം. അപ്പോൾ നമ്മൾ കറിച്ചട്ടി റെസ്റ്റോറൻറ്റിൽ അത് നിസ്കാരം കണ്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വന്നേക്കാണ്. ലൈബ ഇവിടെ ഉണ്ട്. അത് ലോഡിങ് ആയിരിക്കും. ലൈബ ഇവിടെ കസേര ചെയ്യുന്ന സന്തോഷത്തിലൂടെ ഇരുന്ന് വളകൾ തല്ലിപ്പൊട്ടിക്കുന്നുണ്ട്. അസ്ലും ഇവിടെ. നമ്മളപ്പോൾ പത്തിരിയും ചിക്കൻ സ്റ്റൂ ആണ് ഓർഡർ ചെയ്തത്. അടിപൊളിയായിട്ടുണ്ട് ചിക്കൻ സ്റ്റൂ. അപ്പോൾ നമ്മളിതാ ഫുഡൊക്കെ കഴിച്ച് നമ്മൾ റൂമിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. മൂവേലയിലായതുകൊണ്ട് നല്ല ബ്ലോക്ക് ഉണ്ട് റൂമിലേക്ക് എത്താൻ. ലൈബാച്ചും ഫുഡൊക്കെ കഴിച്ചത് ഉറക്കായി. അവൾ പത്തിരിയൊക്കെ കഴിച്ചിട്ട് കിടക്കാണ്. ഇനിയിപ്പോൾ നമ്മൾ നേരെ പോയി കിടന്ന് ഉറങ്ങും. കാരണം ഇന്നലെ ഒന്നും ഉറങ്ങിയിട്ടില്ല. ഇനി വേറെ എന്തെങ്കിലും പ്ലാൻസ് അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാനതും കാണിക്കാം. ഓക്കെ, ബൈ. നമ്മൾ ഉച്ചയ്ക്ക് ഫുഡൊക്കെ കഴിച്ചിട്ടാണ് ഇറങ്ങിയത്. റൂമിലേക്ക് നമ്മൾ ഓർഡർ ചെയ്തത്. എന്നിട്ട് നമ്മളിപ്പോൾ അടുത്തിവിടെ അൽസഹിയ മോളിൽ എമ്പുരാൻ കാണാൻ വന്നേക്കാണ്. 2 മണിക്കത്തെ ഷോക്കാണ് നമ്മൾ വന്നേക്കുന്നത്. ലൈബാച്ചും ഉണ്ട്. ഇവിടെ കാണിപ്പിക്കോ ഇല്ലേ എന്നൊന്നും എനിക്ക് അറിഞ്ഞൂടാ. എന്തായാലും പോന്നിട്ടുണ്ട് രണ്ടും കൽപ്പിച്ച്. ഇതിന് മുമ്പ് നമ്മൾ ലൈബാച്ചുകൊണ്ട് അവൾ 6 മാസമായിരുന്നപ്പോൾ അവളുടെ സിനിമയ്ക്ക് വന്നിട്ടുണ്ട്. ഐഡൻറ്റിറ്റിയാണ്. അന്ന് അവൾ കിടന്ന് ഉറങ്ങിയായിരുന്നു. ഇന്നത്തെ അവസ്ഥ എനിക്കറിയില്ല. ലൈബാച്ച എമ്പുരാൻ കാണാൻ പോവുകയാണല്ലോ. ലൈബാച്ച എമ്പുരാൻ കാണാൻ പോയി. ഞങ്ങൾ എമ്പുരാനൊക്കെ കണ്ടിറങ്ങി. ലൈബാച്ച് ഫുള്ളിരുന്ന് കണ്ടു. ലൈബാച്ചിനാണ്ട് വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായില്ല. അവളും കണ്ടു. അവൾ ഉറങ്ങി. അങ്ങനെയൊക്കെയാണ് അവൾ കഴിഞ്ഞു ഇത്. ലൈബാച്ചോടെ അഭിപ്രായം പറ. ലൈബാച്ചോ എമ്പുരാനെ കുറിച്ചിട്ടുള്ള ലൈബാച്ച അഭിപ്രായം പറയാണ് എമ്പുരാനെ കുറിച്ച്. സൂപ്പർ എന്നാണ് പറയണേ? അങ്ങനെയാണ് പറഞ്ഞേ? അതോ ഓക്കെ ഓക്കെ എന്നാണോ പറഞ്ഞേ? മൂക്കിന്ന് ഒലിക്കണം. ആൻഡ് ഇപ്പം നിങ്ങൾ ഈ കാണുന്ന ക്ലിപ്പ് അത് ആക്ച്വലി 2ാം പെരുന്നാളുടെ അന്ന് സംഭവിക്കുന്ന ഒരു കാര്യമാണ്. ആൻഡ് ഞാനിതോടെ ആഡ് ചെയ്തത് ഇത് റിയലി അൺഎക്സ്പെക്റ്റഡ് ആൻഡ് ഹാപ്പി മൊമെൻ്റ് ആയിരുന്നു നമുക്ക്. ഇതെൻ്റെ ഫ്രണ്ട് സഫ്രീനയുടെ കുട്ടിയാണ്. ഞങ്ങൾ തമ്മിൽ പ്രഗ്നൻസി എന്ന് പറയുന്നത് ഒരു 1.5 മന്ത്സിൻ്റെ ഡിഫറൻസ് ആയിരുന്നു ഉണ്ടായിരുന്നുള്ളൂ. ആൻഡ് ഞങ്ങൾ ഒത്തിരി നാൾ പ്ലാൻ ചെയ്ത് നടക്കാണ്ട് ലാസ്റ്റ് നടന്നൊരു സംഭവമാണ് ഈ മീറ്റപ്പ്. ലൈബാച്ചും അതുപോലെ ആദും ഇവർ രണ്ടുപേരും ആദ്യമായിട്ടാണ് അങ്ങോട്ടും ഇങ്ങോട്ടും കാണുന്നത്. ഇവരൊക്കെ വയറ്റിൽ വെച്ചാണ് അങ്ങോട്ടും ഇങ്ങോട്ടും കണ്ടിട്ടുള്ളൂ. സോ ഇത് ടോട്ടലി ഹാപ്പി ആൻഡ് അൺഎക്സ്പെക്റ്റഡ് മൊമെൻ്റ് ആയിരുന്നു നമുക്ക്. ആൻഡ് ഇറ്റ് വാസ് എ ഗുഡ് ഗെറ്റ് ടുഗെദർ ഫോർ അസ്. നമ്മൾ നമ്മുടെ പെരുന്നാളുടെ വീഡിയോ ഇവിടെ എൻഡ് ചെയ്യാണ്. ലൈബാച്ചു ഹാപ്പിയാണ്. ലൈബാച്ചുടെ ഫസ്റ്റ് പെരുന്നാൾ ഞങ്ങൾ ഹാപ്പി ആയിട്ട് ആഘോഷിച്ചു. ബൈ 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 പറഞ്ഞാ. ടാറ്റാ. ടാറ്റ പറഞ്ഞ ലൈബ. ടാറ്റാ.